ഞാൻ ഇന്നിവിടെ ഒരു ബീഫ് മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ചേരുവകൾ പറയാം. കിലോ ബീഫ് വെച്ചിട്ടൊരു മന്തിയാണ് കേട്ടോ. ഇത് നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നെയ്യൊക്കെ ഉള്ള ബീഫാണ്. ഇതിലേക്ക് ഞാൻ ഒരു ഇത്തിരി 1/4 ടീസ്പൂൺ തന്നെ പറയില്ല അത്ര മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പും ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. എന്നിട്ട് ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് വിസിൽ വരുത്തണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത്തിരി ഈ ബീഫിൽ തന്നെ ഉണ്ടാവും കഴുകി വെച്ച വെള്ളം. ഇതൊന്ന് ഹാഫ് വേവ് 3/4 ഭാഗമൊക്കെ വേവായി കിട്ടണം നമുക്ക്, അല്ലെങ്കിൽ ബീഫ് വേവില്ല. അപ്പോൾ മന്തി റൈസ് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയിടുന്നുണ്ട്. അത് ബീഫ് വേവിച്ചിട്ട് വേണം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഞാൻ ഈ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് തീരെ ഈ ബീഫിൽ വെള്ളമില്ല എന്ന് തോന്നിയാൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ഈ ബീഫൊന്ന് ഉപ്പും ഇതൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഇതിൽ വെള്ളം ഞാൻ കഴുകി ഊറ്റി വെച്ചതുകൊണ്ട് വെള്ളം വളരെ കമ്മിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണ്. ഞാൻ കുതിർക്കാൻ വെച്ച അരി ഒരു 3/4 മണിക്കൂറാണ് കേട്ടോ. ഞാൻ 1 മണിക്കൂർ വെക്കാം, 3/4 മണിക്കൂറൊക്കെ വെക്കാം. നമുക്ക് പിന്നെ സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല കുതിർന്നാൽ പെട്ടെന്ന് വേവ് ആവും. അപ്പോൾ ഞാനൊരു 3/4 മണിക്കൂറാണ് ഇപ്പോൾ ഇത് കുതിർക്കാൻ വെച്ചിരുന്നത്. അത് നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായത് 3 ചെറിയ പീസ് പട്ട, 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു 5 കറാമ്പൂവ്, 3 ഏലക്കായി, ഒരു കഷ്ണം ഇഞ്ചി ഞാൻ മുറിച്ചെടുത്തതാണിത്, വെളുത്തുള്ളി, മാഗി ട്യൂബ് 2 എണ്ണം. ഇതാണ് നമുക്ക് 1 കിലോ അല്ല 750 ഗ്രാം കപ്സരിക്ക് ഞാൻ എടുത്തിട്ടുള്ള ചേരുവകൾ കേട്ടോ. 1/2 കിലോ ബീഫും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കപ്സരി വേവിക്കാൻ വെള്ളം നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അരി ഇട്ട് കൊടുത്തുകൊണ്ട് അതിന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വെള്ളം വെക്കണം കേട്ടോ, എന്നാലുള്ളൊന്നും അരി കട്ട പിടിക്കാതെ കൊഴുപ്പൊന്നും വരാതെ ശരിയായി കിട്ടുക. ഈ കാലത്തിൽ ഞാൻ ദമ്മിടാൻ പോവുകയാണ്. നമ്മളെ മസാലകളൊക്കെ കൂട്ടി നമ്മളെ ബീഫ് അടിയിലിട്ടിട്ട് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ദമ്മിടാൻ പോവാം കേട്ടോ. ഞാൻ ഈ ബീഫെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല, ഇതിൽ നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ആ ചോറിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അത് കുറച്ച് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, വെറുതെ ഒരു കളറിന് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇതിലിങ്ങനെ ഒരു 4 പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെയൊക്കെ ഒരു രുചി പിന്നെ ചോറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിത് ദമ്മിട്ട് വെക്കുകയാണ്. ഒരു അരമണിക്കൂർ എന്തായാലും നമുക്ക് ദമ്മിട്ട് വെക്കേണ്ടതുണ്ട്. ഞാനിത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണ്ടേ, ഒരു ഭാഗത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണുള്ളൂ, എല്ലാ ഭാഗത്തുനിന്നും ഒഴിച്ച് കൊടുക്കണ്ട. ഞാനിത് ഒരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കണൽ ഇട്ടിട്ടുണ്ട്. ഇതേ കുറച്ച് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ പുക കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ സ്മോക്കിൻ്റെ രുചിയും കൂടി അതിൽ ചോറിൽ പിടിക്കാനാണ് കേട്ടോ. നമ്മൾ ദമ്മിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു അരമണിക്കൂർ എന്തായാലും കഴിയണം ഇത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കും. ഞാൻ ഈ പുക വെച്ച ഈ പാത്രമൊക്കെ അതിൽ നിന്ന് എടുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ ചോറ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ മന്തിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് എല്ലാ ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്, എല്ലാ ഭാഗവും ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബീഫൊക്കെ നല്ല സോഫ്റ്റായിട്ട് വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫൊക്കെ കണ്ടോ നല്ലതുപോലെ
നല്ല വേവായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ബീഫോ അപ്പോൾ നമുക്ക് ബീഫൊക്കെ കുറച്ച് ബീഫും കുറച്ച് ആളുകളൊക്കെ ഉള്ളെങ്കിൽ പെട്ടെന്ന് ഇത് കുക്കറിലും ചെയ്യാൻ പറ്റും, അടുപ്പിൽ വിറക് കത്തിച്ചും ചെയ്യാൻ പറ്റും, ഗ്യാസിൽ അല്ലാതെ ദമ്മിട്ടാൽ അങ്ങനെയും പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും ചെയ്യാം, പെട്ടെന്ന് ചെയ്തെടുക്കാം. കുറേ ചിലവുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.